നമസ്കാരം. 2026 ലോകകപ്പ് ഫുട്ബോളിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സെമി ഫൈനൽ തുടങ്ങാൻ പോവുകയാണല്ലോ. ഈ ഘട്ടത്തിൽ അത് അവശേഷിപ്പിച്ചു പോകുന്ന വലിയ ചിന്തകളുണ്ട്. അതിലേറ്റവും വലുത് ഒരു മുറിവാണ്. ചരിത്രത്തിലില്ലാത്ത വിധം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട വിഭാഗീയ ചർച്ചകൾ. ഒരു ഭാഗത്ത് ഫുട്ബോൾ ജിഹാദ് എന്ന പ്രയോഗം വെച്ച് സംഘപരിവാർ നടത്തിയ പ്രചരണം, മുസ്ലിം രാഷ്ട്രങ്ങളുടെ ലോകകപ്പിലെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി ജനം ടി വിയിലടക്കം നടത്തിയ എഡിറ്റോറിയൽ ചർച്ചകൾ, മറ്റൊരു ഭാഗത്ത് സയനിസ്റ്റ് ആരോപണത്തിൽപ്പെടുത്തി അർജന്റീന ടീമിനെയും മെസ്സിയെയും അവരുടെ ആരാധകരെയും അവരുടെ ഫോളോവേഴ്സിനെയും കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചരണം. അർജന്റീനയെ പിന്തുണച്ചാൽ ഉടനെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ വന്ന് ചിലർ വിളിക്കും, നിങ്ങൾ സയനിസ്റ്റാണ്, ഇസ്രായേൽ വാദിയാണ് എന്നൊക്കെ. എനിക്ക് അനുഭവമുണ്ട്. ഈജിപ്തുമായുള്ള കളിയുടെ അവസാനം അർജന്റീന നടത്തിയ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ അത്യപൂർവവും മികവുള്ളതുമായ ആ കളിയുണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിച്ച വീഡിയോ ചെയ്തതിന് ശേഷം വന്ന പ്രതികരണങ്ങൾ ആശങ്കപ്പെടുത്തുന്നതായിരുന്നു. ആ നറേറ്റീവിന് നേതൃത്വം നൽകിയത് ഒരുപക്ഷെ മീഡിയ വണ്ണിലെ ചില എഡിറ്റോറിയൽ ചർച്ചകളായിരുന്നു. അതിനെ വളം വെച്ചത്, വേര് ഇട്ടുകൊടുത്തത്. ഒരു രാജ്യത്തലവൻ അതത് കാലത്ത് അവിടുത്തെ ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും. അർജന്റീന പ്രസിഡന്റ് ഇപ്പോൾ ഇരിക്കുന്ന ജാവിയർ മിലെ കടുത്ത ഇസ്രായേൽ ഫാനാണ്. നെതന്യാഹു ട്രംപ് വാദിയാണ്. അതുകൊണ്ട് അർജന്റീനക്കാരെല്ലാവരും അർജന്റീന ഫുട്ബോൾ ടീം ഒന്നാകെയും ഗസയിലെ വംശഹത്യയെ പിന്തുണക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇസ്രായേലിനെ ഫാദർലാൻഡായും ട്രംപിനെ മൈ ഫ്രണ്ടായും കരുതുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് സഞ്ജു സാംസണോ നമ്മളോ മറ്റൊരു രാജ്യത്ത് ഉള്ളവർ നമ്മളെയൊക്കെ അങ്ങനെ വിലയിരുത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ത്യക്കാരെല്ലാം ഇസ്രായേൽ വാദികളാണെന്ന് വാദിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ചരിത്രത്തിൽ രാജ്യത്തിൻ്റെ നായകരും നേതൃത്വങ്ങളുമൊക്കെ അത്തരം നിലപാടെടുത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അർജന്റീനയിൽ അതുണ്ടായിട്ടുമുണ്ട് മുൻകാലത്ത്. എന്നാൽ 80കൾക്ക് ശേഷം നടന്ന ജനകീയ വിപ്ലവം മറക്കാൻ കഴിയില്ല. വംശീയ ചിന്തകൾ ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചു വന്ന ജനകീയ സർക്കാരുകളുടെ ചരിത്രവും അവിടെയുണ്ട്. പലസ്തീനെ അംഗീകരിച്ച ചരിത്രമുള്ള രാജ്യമാണ് അർജന്റീന. എന്നാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇങ്ങനെയാണ്. അയാൾ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന നിലപാട് ആഗോളതലത്തിൽ സ്വീകരിക്കുന്നില്ല. അതിൻ്റെ പേരിൽ മെസ്സിയും അർജന്റീന ടീമും സ്പോർട്സിൽ അടങ്ങുന്ന ആളുകളുമൊക്കെ, ഫുട്ബോൾ പ്രേമികളുമൊക്കെ സയനിസ്റ്റുകളായി മാറുമോ? അവരുടെ ടീമിൻ്റെ കളി ഇഷ്ടപ്പെടുന്നവരെ വംശീയവാദികളാക്കി ചിത്രീകരിക്കണോ? ഈജിപ്തിനെ പിന്തുണച്ചില്ല എന്നതിൻ്റെ പേരിൽ ഉടനെ ഒരു ഫുട്ബോൾ ആരാധകനെ നിങ്ങൾ സയനിസ്റ്റ് എന്ന നരേറ്റീവിൻ്റെ അകത്ത് പെടുത്തുന്നത് എങ്ങനെയായിരിക്കും? മെസ്സിയുടെ കാര്യം തന്നെ എടുത്തു നോക്കുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് വിശദാംശത്തിലേക്ക് കടക്കാം. അദ്ദേഹം വർഷങ്ങളായി യൂണിസെഫിൻ്റെ ഗുഡ്വിൽ അംബാസിഡറാണ്. ഗാസയിലെ കുട്ടികൾ ഉൾപ്പെടെ യുദ്ധബാധിതരായ കുട്ടികൾക്കായി യൂണിസെഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന മാനുഷിക ആഹ്വാനങ്ങൾ അദ്ദേഹം അവരുടെ സന്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം അവരുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ള ആളാണ്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അത് കുട്ടികളുടെ സംരക്ഷണം, വെടിനിർത്തൽ, സഹായം എന്നിവയെക്കുറിച്ചുള്ള മാനുഷിക സന്ദേശങ്ങൾ അദ്ദേഹം ഏറ്റുപാടിയിട്ടുണ്ട്. മെസ്സി സയനിസ്റ്റ് നിലപാട് സ്വീകരിച്ചു എന്ന വാദം ഉയർത്തുന്നവർ ഇതെല്ലാം തമസ്കരിച്ചുകൊണ്ട് അവരുടെ നറേറ്റീവ് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് അവരുടെ നിലപാടുകൾ ഏതു മട്ടിലായിരിക്കും എന്നത് സംബന്ധിച്ച ചർച്ചകൾ സമൂഹത്തിൽ വ്യാപകമായി നടക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ കുറിപ്പ് കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ജംഷീദ് പള്ളിപ്പുറം എഴുതിയ ഒരു കുറിപ്പാണ്. അത് ഈ കാര്യത്തിൽ പ്രസക്തമായ ചില കാര്യങ്ങൾ, വസ്തുതകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കും. അത് ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് കുറിപ്പെഴുതുന്നത്. ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയുടെ ആദ്യത്തെ ഗോളാഘോഷത്തിൻ്റെ ചിത്രമാണ്. ആ ആഘോഷത്തെക്കുറിച്ചോ ഗോൾ വന്ന വഴികളെക്കുറിച്ചോ അല്ല പറയുന്നത്. മെസ്സിക്കും മാക്കലിസ്റ്ററിനും പിറകിൽ ഒരുമിച്ച് വെച്ച പതാകകളിലേക്ക് കണ്ണോടിക്കുക. മരുന്നും ഭക്ഷണവുമായി ഗ്ലോബൽ സമൂത് ഫ്ലോട്ടില്ല വിവിധ സമുദ്രാതിർത്തികൾ കടന്ന് ഗസൻ തീരത്തേക്ക് പുറപ്പെട്ട കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് അങ്ങനെ പുറപ്പെട്ടപ്പോൾ ആ ബോട്ടിൽ അത് എന്നെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഓരോ നിമിഷവും പറഞ്ഞ സാഹചര്യമൊക്കെ ഓർമ്മയുണ്ടാവും. പിന്നീട് അത് അവിടെ എത്തിയപ്പോൾ അവരെ ആക്രമിക്കാനും അതിലെ ആളുകളൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്തൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, സങ്കടപ്പെടുത്തുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അന്ന് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ദൗത്യത്തിൽ പങ്കെടുത്ത 3 രാജ്യങ്ങളിൽ ഒന്ന് അർജന്റീനയാണ്. ബ്യൂണസ് അയേഴ്സ് ലെജിസ്ലേച്ചറിലെ മുൻ അംഗം സെലെ ഫിയറോയും മനുഷ്യാവകാശ പ്രവർത്തകൻ നിക്കോളാസ് കലേബ്രസും അടക്കം നിരവധി അർജന്റീനൻ ആക്ടിവിസ്റ്റുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പ്രതിസന്ധികൾ തരണം ചെയ്ത് കടലിലൂടെ കിലോമീറ്റർ സഞ്ചരിച്ചതും ബോട്ടിൽ വെച്ച് അധിനിവേശ പട്ടാളം നടത്തിയ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായതും ഒരേ ലക്ഷ്യത്തിനാണ്. കറുത്ത തുണികളാൽ കണ്ണുകൾ കെട്ടി, കൈകൾ പിറകിലേക്ക് വലിച്ചു കെട്ടി, മുട്ടുകുത്തിച്ച് തറയിൽ നിർത്തി മണിക്കൂറുകളോളം മർദ്ദിച്ചപ്പോഴും വെള്ളവും ഭക്ഷണവും മരുന്നും നൽകാതെ ഇസ്രായേൽ പട്ടാളം പീഡിപ്പിച്ചപ്പോഴും അവർ ഉറക്കെ പറഞ്ഞത് പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഫുട്ബോൾ ലോകകപ്പ് ഓർമ്മകളിൽ ഒരിക്കൽ പോലും ആരുടെയും മതം ചർച്ചയായി നമ്മൾ കണ്ടിട്ടില്ല. ഒരൊറ്റ ജേഴ്സിക്കുള്ളിൽ മതമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ആഘോഷിച്ചവരായിരുന്നു നമ്മൾ. എന്നാൽ ഇന്ന് ഫുട്ബോളിനെ ചിലർ ബോധപൂർവം മതത്തിനുള്ളിലേക്ക് ചുരുക്കി. മുസ്ലിം ഗ്രൂപ്പുകളിൽ അവർ ജൂതരാണെന്നും വെറുക്കപ്പെട്ടവരാണെന്നും ലേഖനങ്ങൾ എഴുതി. സെക്യുലർ ആയി നിലനിന്ന ഫാൻസ് കൂട്ടായ്മകളെ പോലും മതവർഗീയതകളാൽ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എക്കാലവും പലസ്തീൻ രാഷ്ട്രീയം പറയുന്ന ആളുകളുടെ കമന്റ് ബോക്സിൽ കൂട്ടത്തോടെ വെറുപ്പെഴുതി വെച്ചു. ഏതെങ്കിലും കോണിൽ മുസ്ലിം ഭീകരർ നടത്തുന്ന ഭീകരതയുടെ ഉത്തരവാദിത്തം
ലോകത്തുള്ള മുസ്ലിങ്ങൾക്കല്ല എന്ന് പറയുന്നവർ തന്നെ സയനിസം നടത്തുന്ന ഭീകരതയുടെ ഉത്തരവാദിത്തം ലോകത്തുള്ള മുഴുവൻ ജൂതരുടെയും തലയിൽ കെട്ടിവെച്ചു. നോട്ട് ഇൻ മൈ നെയിം എന്ന പ്ലക്കാർഡ് ഉയർത്തി അമേരിക്കയിലും യൂറോപ്പിലും തെരുവിലിറങ്ങിയ ജൂതരുടെ പോരാട്ടത്തെ അവർ റദ്ദാക്കി. ജൂതരാവുക എന്നാൽ വെറുക്കപ്പെടേണ്ടവരാണെന്ന് ആളുകളെ പഠിപ്പിച്ചു. 2013 ബാഴ്സലോണ ഫുട്ബോൾ ക്ലബ്ബ് നടത്തിയ പീസ് ടൂറിലാണ് ബാഴ്സ താരങ്ങൾ ഇസ്രായേൽ സന്ദർശിക്കുന്നത്. ആ സന്ദർശന വേളയിൽ ജെറൂസലേമിൽ നിന്നുള്ള മെസ്സിയുടെ ഒരു ചിത്രമാണ് ഈ ആളുകൾ വ്യാപകമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആ ദിവസം തന്നെ മെസ്സി പലസ്തീൻ സന്ദർശിക്കുകയും പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിനൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മെസ്സി പലസ്തീൻ സന്ദർശിച്ച ചിത്രം ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് ഇസ്രായേൽ സന്ദർശിച്ച ചിത്രം മാത്രം ഷെയർ ചെയ്യുന്നതിന് പിന്നിലുള്ള ആകെ വികാരം സമൂഹത്തിൽ വെറുപ്പ് നിറയ്ക്കുക എന്നത് മാത്രമാണ്. മെസ്സിയോടൊപ്പം അന്ന് നെയ്മറും സാവിയും ഇനിയസ്റ്റയും അടക്കമുള്ള മുഴുവൻ ബാഴ്സ താരങ്ങളുണ്ടായിരുന്നു. അവർ പലസ്തീൻ കുഞ്ഞുങ്ങളോടൊപ്പം പന്ത് തട്ടിയാണ് മടങ്ങിയത്. 2014 ഗസ ആക്രമിക്കപ്പെട്ടു, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. അന്ന് മെസ്സി പബ്ലിക്കായി നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ലോകം മുഴുവൻ ചർച്ച ചെയ്താണ്. ഒരു പിതാവ് എന്ന നിലയിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ നിന്നുള്ള ചിത്രം എന്നെ അതീവ ദുഃഖത്തിലാക്കുന്നു. ഈ ആക്രമണത്തിൽ ഇതിനോടകം തന്നെ അനേകം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഘർഷം സൃഷ്ടിച്ചത് കുഞ്ഞുങ്ങളല്ല, എന്നിട്ടും അതിൻ്റെ ഏറ്റവും വലിയ വില നൽകേണ്ടി വരുന്നത് കുഞ്ഞുങ്ങളാണ് എന്ന്. ഈ സ്റ്റേറ്റ്മെന്റ് മെസ്സി നടത്തിയതിനു ശേഷം മെസ്സിയെ വില്ലനാക്കിയും ഒരിക്കൽ പോലും പലസ്തീനു വേണ്ടി ശബ്ദിക്കാത്ത റൊണാൾഡോയെ നായകനാക്കിയും മതജീവികൾ കഥകൾ കാണ്ഡമായി എഴുതി. 1998 അർജന്റീന അവസാനമായി ഇസ്രായേലുമായി സൗഹൃദ ഫുട്ബോൾ മത്സരിച്ചത്. 2018 ഇസ്രായേലുമായി സൗഹൃദ മത്സരം ഷെഡ്യൂൾ ചെയ്തെങ്കിലും പലസ്തീനിൽ നടക്കമുള്ള ആരാധകരുടെ അഭ്യർത്ഥന പ്രകാരം മത്സരത്തിൽ നിന്ന് അർജന്റീന പിന്മാറി. പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ ഹെഡ് ജിബ്രീൽ മെസ്സിക്കും അർജന്റീനയ്ക്കും നന്ദി പറഞ്ഞു, വാർത്താ സമ്മേളനം വിളിച്ചു. 2021 പോർച്ചുഗൽ ഇസ്രായേലുമായി സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട്. പ്രതിഷേധമുണ്ടായെങ്കിലും പിന്മാറിയില്ല. മത്സരശേഷം റൊണാൾഡോ ഇസ്രായേൽ താരങ്ങൾക്ക് കൈകൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. റൊണാൾഡോ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഇസ്രായേൽ കേഡ്സിന് ജേഴ്സി സമ്മാനിച്ചതോ ഇസ്രായേൽ സർക്കാരിൻ്റെ ബ്ലഡ് ഡൊണേഷൻ അംബാസിഡർ ആയതോ പ്രചാരണ പരസ്യത്തിൽ അഭിനയിച്ചതോ സൗഹൃദ മത്സരം കളിച്ചതോ പ്രശ്നമാകാത്തിടത്താണ് എല്ലാ കാലവും അവരുടെ മതക്കണ്ണിൽ കാത്തോലിക്കനായ മെസ്സി ജൂതനും വെറുക്കപ്പെടേണ്ടവനും ആകുന്നത്. ഫുട്ബോളിൽ രാഷ്ട്രീയം പറയരുതെന്നോ രാഷ്ട്രീയം ഫുട്ബോളിൻ്റെ ഭാഗമല്ല എന്നോ വിശ്വസിക്കുന്നില്ല. ഫുട്ബോളും ഗാലറികളും ഓരോ കാലത്തും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേദിയാണ്. 2010 UN പ്രമേയത്തിൽ പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് അർജന്റീന. വിരലിലെണ്ണാവുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമാണ് അന്ന് പലസ്തീനെ പിന്തുണച്ചിരുന്നത്. ലോകത്താകെ പിന്നീട് രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായി. യൂറോപ്പിൽ വലതുപക്ഷം സ്വാധീനം കുറഞ്ഞ് ഇടതുപക്ഷ പാർട്ടികൾ അധികാരത്തിലെത്തി. അർജന്റീനയിലും ഇന്ത്യയിലുമടക്കം ഇടതു പാർട്ടികൾ താഴെ ഇറങ്ങി വലതുപക്ഷം അധികാരം പിടിച്ചെടുത്തു. പിന്നീട് ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചതും ഇസ്രായേലിനെ പുകഴ്ത്തിയതും ഐക്യരാഷ്ട്രസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറിയതും നമ്മൾ കണ്ടു. പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന അർജന്റീനയിൽ ഹാവിയർ മില്ലി എന്ന വലതുപക്ഷ പ്രസിഡന്റ് ഇസ്രായേലിനെ പിന്തുണച്ചതും അസ്വാഭാവികമല്ല. ബ്യൂണസ് അയേഴ്സിൽ പലസ്തീൻ കൊടി പിടിച്ച് തെരുവിലിറങ്ങിയ ആയിരക്കണക്കിന് മനുഷ്യരെയും ഫ്രീഡം സമുദ് ഫ്ലോട്ടിലയിൽ പീഡനം നേരിട്ട അർജന്റീനയിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെയും രാഷ്ട്രീയം റദ്ദ് ചെയ്തുകൊണ്ട് ഹാവിയർ മില്ലി എടുക്കുന്ന നിലപാടിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ആ രാജ്യത്തെ ജനങ്ങളുടേതും ആകുമെങ്കിൽ ഇസ്രായേൽ സന്ദർശിച്ച് ഇസ്രായേൽ ഈസ് ഫാദർലാൻഡ് എന്ന് മോദി പ്രഖ്യാപിച്ചപ്പോൾ മോദിയുടെ പ്രഖ്യാപനത്തിന് നിങ്ങളും കൂടി ഉത്തരവാദികളാണ്. ഓരോ ഇന്ത്യക്കാരനും ഉത്തരവാദികളാണ്. അർജന്റീനൻ ഫുട്ബോളിനെ പിന്തുണച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ചോദ്യചിഹ്നമിടുന്നവർക്ക് വേണ്ടിയല്ല ഇത്രയും എഴുതിയത്, അർജന്റീനൻ ആരാധകർക്ക് വേണ്ടി മാത്രമാണ്. കാൻസസ് സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നുള്ള ഈ ചിത്രം പലസ്തീൻ മാധ്യമപ്രവർത്തകൻ മുആദ് ജമാൽ ഇൻസ്റ്റയിൽ പങ്കുവച്ചപ്പോൾ താഴെ വന്ന ഒരു കാനൻ പൗരയുടെ കമന്റ് ഇങ്ങനെയാണ്: ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഏത് രാജ്യത്തെയും നമ്മൾ ആഘോഷിക്കരുത്. ആ കമന്റിന് ഒരു അർജന്റീനക്കാരൻ സ്നേഹപൂർവ്വം റിപ്ലൈ നൽകി: എല്ലാ അർജന്റീനക്കാരും പ്രസിഡന്റിനെ പോലെ ചിന്തിക്കുന്നില്ല, ഫ്രീ പലസ്തീൻ എന്ന്. ഈ കുറിപ്പാണ് ജംഷീദ് പള്ളിപ്പുറം എഴുതുന്നത്. ഈ ലോകകപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാട് കടന്നു കഴിഞ്ഞു. 4 വർഷത്തിലൊരിക്കൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമെന്നെ മനുഷ്യർ ഒന്നാകുന്ന കൂട്ടായ്മകൾ സംഭവിക്കുന്ന കാലമാണ്. മതവ്യത്യാസമില്ലാതെ ഈ കാലത്തെയും വിദ്വേഷ പ്രചാരകർ അവരുടെ പദ്ധതിക്ക് ഇരയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായി. ഫുട്ബോൾ രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമല്ല. മതവിഭാഗീയതയ്ക്ക് എതിരായ സന്ദേശം എത്തിക്കാൻ ഫുട്ബോളിന് അവസരങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഈ സാധ്യതയെ ഞങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധ്യതയാക്കി വ്യാജ വിദ്വേഷ പ്രചരണങ്ങൾ സൃഷ്ടിക്കുന്ന തലത്തിലേക്ക് ഉയർത്താൻ പാടില്ല. ലോകകപ്പ് കാലം അതിനെ മറികടക്കുന്ന മാനുഷികതയുമായി ചേർത്ത് വായിക്കുക തന്നെ ചെയ്യും. വിദ്വേഷ പ്രചാരകരെ തോൽപ്പിക്കും. കളിയുടെ മഹത്വം വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം.